ചിലപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പലരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടും സമാധാന സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നതായിട്ടുമുള്ള വിവരങ്ങൾ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെയധികം പ്രസക്തിയുള്ളതായിരുന്നു. എന്നാൽ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ട്രംപ് യാതൊരുവിധ സൂചനകളും ഈ വാർത്താ സമ്മേളനത്തിലുടനീളം നൽകിയില്ല എന്ന് മാത്രമല്ല, ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ ഇനിയും 4 ആഴ്ച കൂടി നീണ്ടു നിൽക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മുതൽ 3 ആഴ്ച വരെ ഇത് നീളാൻ സാധ്യതയുള്ളതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക പ്രഖ്യാപനം. അതിന് പിന്നാലെ വിപണിയിൽ ഉൾപ്പെടെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ വിപണിയിൽ മാത്രമല്ല, അമേരിക്കൻ വിപണിയിൽ വരെ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് 1400 പോയിന്റ് ഒരു ഘട്ടത്തിൽ ഇടിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 400 പോയിന്റ് താഴേക്ക് വരുന്ന അവസ്ഥയുണ്ടായി. ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ ദിവസം $100 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്കൊക്കെ ഒന്ന് താഴ്ന്നിരുന്നു. ഇതിൻ്റെ സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വാർത്ത വന്നതിന് ശേഷം. എന്നാൽ ഇന്ന് അത് വീണ്ടും ഉയർന്ന് 106.26 എന്നുള്ള വിലയിൽ ക്രൂഡ് ഓയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഈയൊരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ പ്രസ്താവനയോട് നേരിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന് നേരെ ഒരു വലിയ എയർ സ്ട്രൈക്കായിട്ട് അവർ മിസൈൽ വർഷവും ഡ്രോൺ ആക്രമണവുമൊക്കെ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഇവയെല്ലാം വിജയകരമായി പ്രതിരോധിച്ചതായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. അതുപോലെ UAE കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതാണ്ട് 6 ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇറാഖിനുള്ളിലെ അമേരിക്കയുടെ എംബസിക്ക് കർശന സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിലുള്ള അമേരിക്കൻ എംബസി ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാഖിനുള്ളിലെ ചില ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുള്ളതായിട്ടാണ് ഇവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇറാന് നേരെയുള്ള ആക്രമണവും നിലവിൽ ഈ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. സൈറനുകൾ ഉൾപ്പെടെ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതികരണം